തീർച്ചയായിട്ടും. കാരണം ഈ ജനങ്ങളുടെ ആ പ്രതീക്ഷ ഒരു ആഘോഷ സിനിമ കാണുക, അതല്ലെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു സ്ട്രെയിനും ടെൻഷനും ഒന്നും ഇല്ലാതെ എൻജോയ് ചെയ്യുന്നൊരു സിനിമ കാണുക എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ജോണറിലുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ഞാനും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ സിനിമകളൊക്കെ അങ്ങനെ ഒരു സ്വഭാവത്തിൽ വരുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതിപ്പോൾ കളറിങ് ആയിരിക്കാം, സോങ്സ്, കോമഡി, അങ്ങനെ എന്തൊക്കെ സപ്പോർട്ട് ലെയേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് സിനിമകളൊക്കെ ഇങ്ങനെ ആഘോഷ സിനിമകൾ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സിനിമകൾ എന്ന ജോണറിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇല്ല, ആക്ച്വലി എന്ന് സംബന്ധിച്ചാൽ ഞാൻ ഈ ചെയ്യുന്ന സിനിമകളൊക്കെ ഹെവി ബഡ്ജറ്റഡ് സിനിമകളാണ്. അപ്പോൾ ആ ബഡ്ജറ്റ് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് മിനിമം വേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊരു ഹൈ പോയിൻ്റ് എന്ന് പറയാവുന്ന സ്വഭാവത്തിൽ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് കോമ്പിനേഷൻ ഓഫ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനൊരു സ്പെഷ്യാലിറ്റി, ഇപ്പോൾ ഒരു സിംഗിൾ ഹീറോ പടത്തേക്കാൾ കൂടുതൽ ഒരു പ്രത്യേകത വരുന്നു, ഒരു ശ്രദ്ധ, പ്രത്യേകമായൊരു ശ്രദ്ധ വരുന്നു. ആ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ടാണ് ഒരു പരിധി വരെ. പിന്നെ ഒരു വലിപ്പമുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള പല ക്യാരക്ടേഴ്സ് വരുന്നു, അല്ലെങ്കിൽ പല കഥാപാത്രങ്ങളിലൂടെ അത് വികസിക്കുമ്പോൾ സ്വാഭാവികമായും സിനിമയ്ക്കും ഒരു വലിപ്പം ഉണ്ടാവും. കുറേ കൂടെ ഇൻട്രസ്റ്റ് വാല്യൂ, എൻ്റർടൈൻമെൻറ്റ് കൂട്ടാൻ പറ്റുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ്. ബേസിക്കലി ജോജു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. കുറേ നാളുകളായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഈ സിനിമ ആദ്യം ആലോചിച്ചപ്പോൾ തന്നെ ജോജുവിനൊരു ക്യാരക്ടറൈസേഷൻ ഉണ്ടാവണം, അത് ഈക്വലൻ്റ് ആയിട്ടുണ്ടാവണം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു സൗഹൃദത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അയാൾക്ക് വളരെ നന്നായി ഹ്യൂമർ കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ അല്ലാതെയും ഒരു ആക്ടർ എന്ന നിലയിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ജോജു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സിനിമകളിലൂടെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും ബാക്കി 3 പേരും അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള വേറൊരു ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് പറയാം, അല്ലെങ്കിൽ വേറെ ആർട്ടിസ്റ്റ് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെ ജോജു ഈ പറഞ്ഞ പോലെ ഇവരുടെ എല്ലാം കോമൺ ഫ്രണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും അവനെ ഉൾക്കൊള്ളാൻ മറ്റ് നടന്മാർക്കും കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു കെമിസ്ട്രി ഉണ്ടായത്. കാരണം അങ്ങനെ ഒരു താര വേർതിരിവൊന്നും ഇല്ലാതെ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് റിയൽ കസിൻസായിട്ട് ഇതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ മൊത്തം ഉണ്ടായിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതും അവരുടെ ഒരു കെമിസ്ട്രി സിനിമയുടെ ഹ്യൂമർ എലമെൻറ്റ്, അതിൻ്റെ ഒരു എനർജി എലമെൻറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. കസിൻസ് എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് വൈസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ടേമാണ്. കാരണം ബ്രദേഴ്സ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ബ്രദേഴ്സ് എന്ന് പറയുന്നതിൽ ഇനിയും കുറച്ചും കൂടിയും ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു ഫ്രീഡത്തിന്. കാരണം അത് കുറച്ചും കൂടിയും കെയറിങ് കൂടുതലായി അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂടുതലായിരിക്കും ആ റിലേഷൻഷിപ്പിന്. അപ്പോൾ സ്വാഭാവികമായും ഫ്രീഡത്തിന് അല്ലെങ്കിൽ ഒരു ഫ്രീക്കി സ്വഭാവത്തിന് കുറച്ചും കൂടിയും കൺട്രോൾ ഉണ്ടാവും. അതേസമയം കസിൻ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് ഒരു പരിധി വരെ ഫ്രണ്ട്സുമാണ് ബ്രദേഴ്സുമാണ്. എന്നുവെച്ചാൽ അതിൻ്റെ ഫ്രീഡം കുറച്ചും കൂടി കൂടുതലാണ്. ഒരേ സമയം സുഹൃത്താകാനും ബ്രദർ ആവാനും, എന്നുവെച്ചാൽ ഒരു ബ്രദർ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വവും കെയറും കൊടുക്കാനും അതോടൊപ്പം ഒരു സുഹൃത്തെന്ന സ്വാതന്ത്ര്യം ഉപയോഗിക്കാനും കഴിയുന്ന ഒരു പ്രത്യേകതരം റിലേഷൻഷിപ്പാണ് കസിൻസ് അല്ലെങ്കിൽ കസിൻ ബ്രദേഴ്സ് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ജോണറിന് സ്വഭാവത്തിന് കൂടുതൽ അനുയോജ്യമാവുന്ന അതാണ്. കാരണം നമുക്ക് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ഫ്ലേവറിൽ ചിന്തിച്ചാൽ ഒരു സുഹൃത്തുക്കളെ പോലെ 4 പേരും ട്രാവൽ ചെയ്യാണ്. അതേസമയം ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരവാദിത്വം കൂടുതലുണ്ട്. കാരണം അതൊരു ബ്രദർ എന്ന നിലയിലുള്ള അവരുടെ സ്നേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഇമോഷൻ്റെയോ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടേം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലാണ് കസിൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്തത്. അത് സിനിമയിൽ കൃത്യമായി വർക്കൗട്ട് ആകും അല്ലെങ്കിൽ ആവണം എന്ന് പറയുന്ന ആഗ്രഹത്തിൽ നിന്നത് ടൈറ്റിലായിട്ട് തന്നെ പ്ലേസ് ചെയ്തത്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ബഡ്ജറ്റ് കുറയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. ഏത് സിനിമയെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് കുറയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ചില സ്പെഷ്യൽ കേസുകളിൽ പ്രത്യേകിച്ചും മാസ് സിനിമ സങ്കല്പത്തിന് ഒരു പ്രത്യേകതരം സ്വഭാവമുണ്ട്. അത് സിനിമ ഉണ്ടായ കാലം മുതൽ തന്നെ അങ്ങനെയാണ്. ഇപ്പം നമ്മൾ മുഖ്യധാര സിനിമകൾ എന്ന് മലയാളത്തിൽ തന്നെ മുൻപ് വന്നിട്ടുള്ള സിനിമകളിലും എപ്പോഴും ആ കാലഘട്ടത്തിലെ സമാന്തര സിനിമകളിൽ നിന്നും അല്പം മാറിയ ഹെവി ബഡ്ജറ്റ് സിനിമകൾ തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നോർമലി ഓരോ സിനിമകൾ കഴിയുന്തോറും അതിൻ്റെ ബഡ്ജറ്റിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്നിരുന്നാൽ തന്നെയും എല്ലാ ഭാഷകളിലും സിനിമ വളരുന്നതിൻ്റെ പിന്നിൽ ഈ ബഡ്ജറ്റും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ നമ്മൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴിൽ ഒരു 25 വർഷം മുമ്പായോ അല്ലെങ്കിൽ 10 വർഷം മുമ്പോ അല്ലെങ്കിൽ 5 വർഷം മുമ്പോ ഉണ്ടായ ബഡ്ജറ്റിലല്ല ഇപ്പോഴത്തെ മാസ് സിനിമകൾ ഉണ്ടാകുന്നത്.
ഇപ്പോൾ ശങ്കർ തന്നെ ആദ്യം എടുത്തൊരു ബഡ്ജറ്റിലല്ല ഇപ്പോൾ അദ്ദേഹം സിനിമ എടുക്കുന്നത്. ഓരോ സിനിമയുടെയും ബഡ്ജറ്റ് കൂടുന്നത് കൊണ്ട് അദ്ദേഹത്തിന് സിനിമകൾക്ക് കുറവുകൾ സംഭവിച്ചിട്ടില്ല. അത് സിനിമകളുടെ വളർച്ചയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ തന്നെ വളർച്ചയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഹിന്ദിയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. കമേഴ്സ് സിനിമകൾ ചെയ്യുന്ന സമയത്ത് അതിന് ബഡ്ജറ്റിങ്ങിൽ കൂടുതൽ സംഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്സ് ആണ് ഞാൻ കാണുന്നത്. ആ പ്ലസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഇക്വേഷൻസിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഫീഡ്ബാക്ക് പണ്ടത്തെ പോലെ അല്ല എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ വൈഡറായിട്ടുള്ള ഒരു സ്വഭാവം മാറിയിരിക്കുന്നു. സിനിമയുടെ അതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീച്ചിങ് ലെവൽ മാറിയിട്ടുണ്ട് നന്നായിട്ട്. പല സ്ഥലങ്ങളിലേക്ക് നമ്മുടെ സിനിമകൾ സ്പ്രെഡായി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ റിലീസിംഗ് ഒക്കെ. അപ്പോൾ റിട്ടേൺസ് കൂടുതൽ വരാൻ പോസിബിലിറ്റി ഉണ്ടാകുമ്പോൾ ആ റിട്ടേൺസിന് പറ്റുന്ന രീതിയിലുള്ളൊരു ഹൈപ്പ്, ഒരു ബിസിനസ് പോയിൻറ്റ്സ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് സിനിമയുടെ വളർച്ചയുടെ ഭാഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അങ്ങനെയാണ് മറ്റ് ഭാഷകളിലുണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. ഇത് സംഭവിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കണ്ടൻറ്റ് വേണ്ട എന്ന് ചിന്തിക്കരുത്. കണ്ടൻറ്റ് നന്നാവുകയും സിനിമയുടെ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുകയും ഒപ്പം ഹൈപ്പ് വൈസ് ബഡ്ജറ്റ് വൈസ് ഉണ്ടാകുന്ന വളർച്ചയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ സിനിമയ്ക്കും മറ്റ് ഭാഷകളോട് പിടിച്ചു നിൽക്കാവുന്ന ഒരു വളർച്ച ഉണ്ടാക്കാൻ കഴിയുമെന്നും, അതല്ലെങ്കിൽ മറ്റ് ഭാഷകളുടെ മാസ് സിനിമകളുടെ തരംഗത്തിൽ നമ്മുടെ സിനിമ പേടിച്ചു പോകും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയക്കുന്നുണ്ട് പേഴ്സണലി. അത് എൻ്റെ ഭാഗത്തുനിന്നുള്ള ട്രൈ ആണ് ഞാൻ ചെയ്യുന്നത്.